In this video lecture, I am going to explain about event handling in Java. ഇപ്പോൾ ജാവയിൽ GUIയിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും, അതായത് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുക, ബട്ടൺ പ്രസ് ചെയ്യുക, കീബോർഡ് എന്തെങ്കിലും ചെയ്യുക, ഇതെല്ലാം ഇവൻറ്റ്സ് ആയിട്ടാണ് ജാവയിൽ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യണം. കാരണം നമ്മൾ GUI ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കാര്യം നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ മൗസ് പോയിൻ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യം നടക്കണം, അല്ലേ? സംതിങ് ഷുഡ് ഹാപ്പൻ. അപ്പോൾ അതിനുവേണ്ടിയായിരിക്കും അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ജാവയിലെ സെറ്റ് ഓഫ് ക്ലാസ്സസ് പാക്കേജസ് അവൈലബിൾ to deal with this. Okay, അപ്പോൾ അതിനെയാണ് ഇവൻറ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. സോ ഇവൻറ്റ്സ് ആർ സപ്പോർട്ടഡ് ബൈ എ നമ്പർ ഓഫ് പാക്കേജസ് ഇൻക്ലൂഡിങ് java.util, java.awt ആൻഡ് java.awt.event. ഈ പാക്കേജ് എല്ലാം ഇവൻറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ജനറേറ്റഡ് ബൈ ദ മൗസ്, ബൈ ദ കീബോർഡ്, by various GUI controls such as push button, scroll bar, checkbox, etc. ഇവരിലെല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതൊരു ഇവൻ്റ് ആണ്. അപ്പോൾ ഇവൻറ്റിൻ്റെ മോഡലിന് പറയുന്നത് ഡെലിഗേഷൻ ഇവൻറ്റ് മോഡൽ എന്നാണ്. സോ ദിസ് ഡിഫൈൻ, അപ്പോൾ യൂഷ്വലി എക്സാമിന് ചോദിക്കുന്നതാണ് ഡെലിഗേഷൻ ഇവൻറ്റ് മോഡൽ. ഓക്കെ, അപ്പോൾ ദിസ് ഡിഫൈൻ സ്റ്റാൻഡേർഡ് ആൻഡ് കൺസിസ്റ്റൻറ്റ് മെക്കാനിസംസ് ടു ജനറേറ്റ് ആൻഡ് പ്രോസസ് ഇവൻറ്റ്സ്. അപ്പോൾ ഇതൊന്നുമല്ല, സ്റ്റാൻഡേർഡ് ആൻഡ് കൺസിസ്റ്റൻറ്റ് മെക്കാനിസം, പല മെക്കാനിസമും ഉണ്ട്. എന്തിനു വേണ്ടി? ഇവൻറ്റ് ജനറേറ്റ് ചെയ്യാനും പിന്നീട് അത് പ്രോസസ്സ് ചെയ്യാനും. കാരണം എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടന്നാലേ നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അതിൽ ഇവൻറ്റ് എന്തിലാണോ നടക്കുന്നത് അതിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഴ്സാണ് ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുന്നയാൾ. ആ സോഴ്സ് ഇവൻറ്റ് ജനറേറ്റ് ചെയ്യണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ലിസണേഴ്സ്. ഓക്കെ, സോ ഇറ്റ് സെൻസ് ഇറ്റ് ടു വൺ ഓർ മോർ ലിസണേഴ്സിന് അയക്കും ഇങ്ങനെ ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ട് സോഴ്സിൽ. അപ്പോൾ ലിസണറിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് സിംപ്ലി വെയിറ്റ്സ് അണ്ടിൽ ഇറ്റ് റിസീവ്സ് ആൻ ഇവൻറ്റ്. അപ്പോൾ ഈ ഇവൻറ്റ് വരുന്നോടം വരെ വെയിറ്റ് ചെയ്യും, വന്നു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ചെയ്യും. So the advantage of this design is that the application logic that process the events is cleanly separated from UI logic that generate those events. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ GUIയിൽ നടക്കുന്ന കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ സെപ്പറേറ്റ് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അത് മിക്സ് അല്ല. അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ്. ആൻഡ് ദ ലിസണേഴ്സ് മസ്റ്റ് രജിസ്റ്റർ വിത്ത് എ സോഴ്സ് ഇൻ ഓർഡർ ടു റിസീവ് ആൻ ഇവൻറ്റ് നോട്ടിഫിക്കേഷൻ. ഇനി ലിസണർ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അത് ആക്ച്വലി ഒരു സോഴ്സിൽ ഇവൻറ്റ് നടക്കുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നമ്മൾ അത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ലിസണേഴ്സ് യൂഷ്വലി രജിസ്റ്റർ ചെയ്യും. ആ ഒരു മോഡലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഡെഫിനേഷൻ പോലെ നോക്കാം. വാട്ട് ഈസ് ആൻ ഇവൻറ്റ്, എന്താണ് ഇവൻറ്റ് സോഴ്സ് എന്നൊക്കെ. ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ്സ് എ സ്റ്റേറ്റ് ചേഞ്ച് ഇൻ സോഴ്സ് ഇസ് ആൻ ഇവൻറ്റ്. ഒരു സോഴ്സിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് ചേഞ്ച് വരുന്നതിനെയാണ് നമ്മൾ ഇവൻറ്റ് എന്ന് പറയുന്നത്. അത് എന്ത് കാരണത്താലായിരിക്കും? കോൺസിക്വൻസ് ഓഫ് എ പേഴ്സൺ ഇൻട്രാക്ടിങ് വിത്ത് എലമെൻറ്റ്സ് ഇൻ എ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. GUIയിൽ ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഇൻട്രാക്ഷൻ നടത്തുമ്പോഴാണ് ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി സോഴ്സിൻ്റെ ഡെഫിനേഷൻ, ദിസ് ഇസ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ജനറേറ്റ്സ് ഇവൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതാണ് സോഴ്സ്. ദിസ് ഒക്കേഴ്സ് വെൻ ദ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ചേഞ്ചസ് ഇൻ സം വേ. ഇപ്പോൾ ഒരു ബട്ടൺ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തു, അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാലേ അത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സോഴ്സ് തന്നെ ഒന്നിലധികം ഇവൻറ്റും ജനറേറ്റ് ചെയ്യുക. ബട്ടൺ ക്ലിക്ക്, പ്രസ്, അതിൻ്റെ മേളിലൂടെ മൗസ് ഡ്രാഗ് ചെയ്യുക, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇവൻറ്റ് ഒരു സോഴ്സിന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ സോഴ്സിൽ ഇവൻറ്റ് ഒക്കർ ചെയ്യുന്നുണ്ടോ എന്ന് ലിസൺ ചെയ്യുന്നത് ആക്ച്വലി ലിസണേഴ്സാണ്. അപ്പോൾ സോഴ്സ് മസ്റ്റ് രജിസ്റ്റർ ലിസണേഴ്സ് ഇൻ ഓർഡർ ഫോർ ദ ലിസണേഴ്സ് ടു റിസീവ് നോട്ടിഫിക്കേഷൻ. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓരോ ഇവൻറ്റിനും രജിസ്ട്രേഷൻ മെത്തേഡ്സ് ഉണ്ട്. അത് വെച്ചിട്ട് ലിസണേഴ്സ് സോഴ്സുമായിട്ട് ഇവൻറ്റ് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ നോട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടും. സോ ദ രജിസ്ട്രേഷൻ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പബ്ലിക് വോയിഡ് ആഡ് ടൈപ്പ് ലിസണറിൻ്റെ ഒബ്ജക്റ്റാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് എന്നുള്ളതൊരു ജനറൽ വാക്കാണ്. അത് ഏത് ടൈപ്പ് ഓഫ് ഇവൻ്റ് ആണെന്നുള്ളതനുസരിച്ചിട്ട് ടൈപ്പിൻ്റെ വാല്യൂ മാറും. ദാറ്റ് ഇസ് ആക്ച്വലി ദ നെയിം ഓഫ് ദ ഇവൻറ്റ്
ആൻഡ് EL വേരിയബിൾ ഇസ് എ റെഫറൻസ് ടു ദ ഇവൻറ്റ് ലിസണർ. അപ്പം ഒത്തിരി ടൈപ്പ് ഓഫ് ലിസണേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സോഴ്സിന് ഏത് ഇവൻ്റാണ് ലിസൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് ആഡ് ചെയ്തും വെക്കും. അപ്പോൾ ആ ലിസണറിന് അത് ലിസൺ ചെയ്യാൻ പറ്റും. The method that registers a keyboard event listener is called ആഡ് കീ ലിസണർ. അപ്പോൾ ഇപ്പോൾ ഒരു കീബോർഡ് ഇവൻറ്റ് എന്തെങ്കിലും ഒക്കർ ചെയ്യണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുക, സോഴ്സ് രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണ്. അതിനെയാണ് ആഡ് കീ ലിസണർ മെത്തേഡ്. ഇനി അതല്ല മൗസ് മോഷൻ ലിസണർ, അതായത് മൗസ് ഈ സോഴ്സിൽ കൂടെ എന്തെങ്കിലും മൗസ് മൂവ് ചെയ്യുമ്പോൾ ഇവൻറ്റ് ആരെങ്കിലും ലിസൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. ദാറ്റ് ഇസ് കോൾഡ് ആഡ് മൗസ് മോഷൻ ലിസണർ. When an event occurs, all registered listeners are notified and receive a copy of the event. അപ്പം നമ്മൾ ഈ സോഴ്സിന് ഈ ഇവൻറ്റുമായിട്ട് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ ആ ഇവൻ്റ് ഒക്കർ ചെയ്യുമ്പോൾ ആ ലിസണേഴ്സിനെല്ലാം നോട്ടിഫിക്കേഷൻ പോവും. നൗ ഇവൻറ്റ് ലിസണേഴ്സ്. അപ്പം ലിസണേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് എന്നാണ്. ഇറ്റ്സ് ആൻ ഒബ്ജെക്ട് ദാറ്റ് ഇസ് നോട്ടിഫൈഡ് വെൻ ഇവൻറ്റ് ഒക്കേഴ്സ്. Two major requirements are it must have been registered with one or more sources to receive notification about specific type of events. അപ്പോൾ അത് വൺ ഓർ മോർ ആക്ച്വലി നമ്മൾ സോഴ്സിലാണ് ഇവൻ്റ് ആഡ് ടൈപ്പ് ലിസണർ മെത്തേഡ് എഴുതുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഇത് കിട്ടും. അപ്പോൾ നമ്മൾ പറയുമ്പോൾ രണ്ട് രീതിയിലും പറയുന്നുണ്ട്. ഇവർ രജിസ്റ്റേർഡ് വിത്ത് വൺ ഓർ മോർ സോഴ്സസ് ടു റിസീവ് നോട്ടിഫിക്കേഷൻ. പിന്നെ ഇനി അത് ഒക്കർ ചെയ്താൽ എന്ത് നടക്കണം എന്നുള്ളതിനുള്ള മെത്തേഡ്സ് ആര് ഇംപ്ലിമെൻറ്റ് ചെയ്യണം? ഇവൻറ്റ് ലിസണേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവൻറ്റ് ലിസണേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ജാവയിലെ കുറേ ഇൻ്റർഫേസസ് ആണ്. ഇൻ്റർഫേസസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇൻ്റർഫേസസിൽ മെത്തേഡ്സ് ഉണ്ടാവും. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മുടെ ക്ലാസ്സിൽ എഴുതിയിരിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുമ്പോൾ ഒരു സോഴ്സിന് ഒരു ഇവൻറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ ആ ഇവൻ്റ് ഒക്കർ ചെയ്യുമ്പോൾ ഈ ലിസണേഴ്സിന് ഇൻഫർമേഷൻ പോകും. അതിൻ്റെ ലിസണർ മെത്തേഡിൻ്റെ കോഡ് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ എഴുതും. Okay, so the methods that receive process events are defined in set of interfaces found in java.awt.event. അപ്പം നമ്മൾ ഈ ഇവൻറ്റ് മെക്കാനിസം എല്ലാം AWT ക്ലാസ്സിനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഈ സെയിം ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസമാണ് സ്വിങ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ സ്വിങ്ങിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. സെയിം ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം അവൈലബിൾ ഇൻ AWT packages അവൈലബിൾ ഇൻ സ്വിങ് ഓൾസോ. For example, mouse motion listener interface defines two methods to receive notifications when mouse is dragged or moved. Any object that may receive and process one or both of these events if it provides an implementation of this interface. അപ്പം മൗസ് മോഷൻ ലിസണർ എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു സോഴ്സിൽ മൗസ് ഡ്രാഗ് ചെയ്യുകയോ മൂവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഇതിന് പോയി കഴിഞ്ഞാൽ ഇത് രണ്ട് മെത്തേഡ്സ് അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ പ്രോഗ്രാമിൽ അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടക്കും. ഓക്കെ, അപ്പം മസ്റ്റായിട്ടും അപ്പം നമ്മൾ എഴുതിയിരിക്കണം നമ്മുടെ പ്രോഗ്രാമിൽ. ഇപ്പോൾ ക്ലാസ് നെയിം ഇംപ്ലിമെൻറ്റ്സ് മൗസ് മോഷൻ ലിസണർ എഴുതിയിട്ട് നമ്മുടെ സോഴ്സിന് സോഴ്സ് ഡോട്ട് ആഡ് എന്താണോ മൗസ് മോഷൻ ലിസണർ അത് എഴുതി വെച്ചേക്കണം, രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഈ മൗസ് മോഷൻ ലിസണർ എന്ന ക്ലാസ്സിലുള്ള രണ്ട് മെത്തേഡ്സിനും നമ്മൾ ഡെഫിനേഷനും കൊടുക്കണം. ഓക്കെ, അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ. ഇപ്പം ഇവൻറ്റ് ക്ലാസ്സസ് ജാവയിലുള്ള കുറച്ച് ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസാണ്. സൂപ്പർ ക്ലാസ് ഓഫ് ഓൾ ഇവൻറ്റ്സ് ആണ് ഇവൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്. ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ java.util. അതിൻ്റെ ജനറൽ സിൻടാക്സ് പറഞ്ഞിട്ടുണ്ട്. Two methods are available in event object class: get source and toString. Okay, returns the source of the event. Get source എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു GUIയിൽ കുറേ സോഴ്സസ് ഉണ്ടാവാം അല്ലേ. ബട്ടൺ കാണും, ടെക്സ്റ്റ് ഫീൽഡ് കാണും. ബട്ടൺ തന്നെ ചിലപ്പോൾ 3-4 കാണും. ബട്ടൺ B1 B2 B3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുമായിരിക്കും. അപ്പോൾ അതിൽ ഏത് ബട്ടണിലാണ് ഒക്കർ ചെയ്തേ എന്നറിയാനായിട്ട് ഗെറ്റ് സോഴ്സ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
അപ്പോൾ അതിൻ്റെ മെത്തേഡ്സൊക്കെ ഈ ക്ലാസ്സിലുള്ള ഇത് ബാക്കിയുള്ള ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കും ഈ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. Then AWT event, another class which is a subclass of event object. അതിനകത്ത് മെയിനായിട്ടുള്ള മെത്തേഡ് ഗെറ്റ് ഐ ഡി. അപ്പോൾ ടൈപ്പ് ഓഫ് ഇവൻറ്റ് എടുക്കാൻ പറ്റും. ആൻഡ് ദീസ് ആർ ദ ലിസ്റ്റ് ഓഫ് ഓൾ ദി ഇവൻറ്റ് ക്ലാസ്സസ്. ഇത് ജസ്റ്റ് 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻ ഇവൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ലിസ്റ്റ് ഐറ്റം ഡബിൾ ക്ലിക്ക് ചെയ്യുക, മെനു ഐറ്റം സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ഒക്കർ ചെയ്യുന്ന ഇവൻറ്റാണ് ആക്ഷൻ ഇവൻറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സോഴ്സിൽ എന്ത് ഇവൻ്റാണോ ഒക്കർ ചെയ്യണേ അത് ഡീൽ ചെയ്യാനെല്ലാം അതിൻ്റെ കുറേ ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ബട്ടൺ ക്ലിക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് ആക്ഷൻ ഇവൻറ്റിൽ വരുന്നതാണ്. ഇപ്പം അടുത്ത് നോക്കി അഡ്ജസ്റ്റ്മെൻറ്റ് ഇവൻറ്റ്, അത് ഏതാണ്? സ്ക്രോൾ ബാർ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ ക്ലാസ് ഉണ്ട്. അപ്പം നമ്മൾ ആ ക്ലാസ് വെച്ചിട്ട് അവിടെ എഴുതണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ലിസണേഴ്സും എല്ലാം വർക്ക് ചെയ്ത് നമ്മൾ കോഡ് എഴുതുന്നതനുസരിച്ചിട്ട് അത് ഡീൽ ചെയ്തോളൂ. അങ്ങനെ പല ഇവൻറ്റ്സ് ഉണ്ട്, ഞാൻ എല്ലാം പറയുന്നില്ല, അത് വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾ. മെയിൻ ഇവൻറ്റ് ക്ലാസ്സസ് ഇൻ java.awt.event. ഇനി awt.eventലെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ക്ലാസ്സസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ആക്ഷൻ ഇവൻറ്റ്. ആക്ഷൻ ഇവൻ്റ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞ വെൻ എ ബട്ടൺ ഈസ് ക്ലിക്ക്ഡ് ഓർ പ്രസ്ഡ്, ലിസ്റ്റ് ഐറ്റം ഡബിൾ ക്ലിക്ക്, മെനു ഐറ്റം സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ എന്താണ് നടന്നതെന്ന് അറിയാൻ വേണ്ടി കമാൻഡ് നെയിം ഒബ്റ്റെയിൻ ചെയ്യാൻ ഗെറ്റ് ആക്ഷൻ കമാൻഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് ആക്ച്വലി റിട്ടേൺ ചെയ്യുന്നത് ആ ബട്ടൻ്റെ നെയിമായിരിക്കും. അപ്പോൾ നമുക്ക് ഗെറ്റ് ആക്ഷൻ കമാൻഡ് വെച്ചിട്ട് ഏത് ബട്ടണാണ് പ്രസ്സായതോ ക്ലിക്കായതോ എന്നൊക്കെ അറിയാൻ പറ്റും. ഐറ്റം ഇവൻ്റ് യൂഷ്വലി ഏതൊക്കെ കൺട്രോൾസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്? ചെക്ക് ബോക്സും ലിസ്റ്റിൻ്റെയും കൂടെയാണ്. ഓക്കെ, അപ്പോൾ ചെക്ക് ബോക്സ് ലിസ്റ്റും എന്തെങ്കിലും ഇവൻ്റ് നടന്നു കഴിഞ്ഞാൽ അത് ഐറ്റം ഇവൻ്റ് ഡീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ ഗെറ്റ് ഐറ്റം എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഇനി കീ ഇവൻ്റ്, അത് കീബോർഡിൽ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ ഇൻപുട്ട് ഈസ് റിസീവ്ഡ് ഫ്രം കീബോർഡ്, അതാണ് കീ ഇവൻ്റ്. Then mouse event, it is generated when the mouse is dragged, moved, clicked, pressed, released, also generated when the mouse enters or exits a component. അപ്പോൾ മൗസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇവൻറ്റ്സും ഡീൽ ചെയ്യുന്ന ക്ലാസ്സാണ് മൗസ് ഇവൻറ്റ്. പിന്നെ ടെക്സ്റ്റ് ഇവൻറ്റ് ജനറേറ്റഡ് വെൻ ദ വാല്യൂ ഓഫ് എ ടെക്സ്റ്റ് ഏരിയ ഓർ ടെക്സ്റ്റ് ഫീൽഡ് ഈസ് ചേഞ്ച്ഡ്. അപ്പോൾ ടെക്സ്റ്റ് ഫീൽഡിൽ എന്തെങ്കിലും മാറ്റം വന്നോ അതും വേണമെങ്കിൽ ടാക്കിൾ ചെയ്യാൻ പറ്റും ടെക്സ്റ്റ് ഇവൻറ്റ് വെച്ചിട്ട്. ഓക്കെ, നൗ സം ഓഫ് ദി ഇവൻറ്റ് സോഴ്സ് എക്സാമ്പിൾസ്. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇതൊക്കെയാണ് സോഴ്സ് എന്ന് ഒന്നുകൂടെ ഇവിടെ പറയുന്നുണ്ട്. ബട്ടൺ, ചെക്ക് ബോക്സ്, ടെക്സ്റ്റ് കമ്പോണൻസ്, പിന്നെ വി ക്യാൻ ഓൾസോ റിസീവ് കീ ആൻഡ് മൗസ് ഇവൻറ്റ്സ് ഫ്രം ആൻ ആപ്ലെറ്റ്. ഓക്കെ, ചോയ്സ് ഐറ്റം, ലിസ്റ്റ്, പിന്നെന്താ മെനു ഐറ്റം, അതൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ഇവൻ്റ് ഏതാണെന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്.